ഹലോ ഫ്രണ്ട്സ്, ഗോട്ട് മൂവിയിൽ പ്രധാന വേഷം ചെയ്യുന്ന അജ്മൽ അമീറിനെ പുതിയ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഗോട്ട് പടത്തിന് വൻ രീതിയിൽ നെഗറ്റീവ് കാര്യങ്ങളാണ് പോകുന്നത്. അത് എന്താണ്, എന്തൊക്കെ പറഞ്ഞത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഒരു ഇമ്പോർട്ടൻറ്റ് വിവരമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും നോക്കിയിട്ട് വരിക. അപ്പോൾ ഫസ്റ്റായിട്ട് അജ്മൽ അമീർ പറഞ്ഞ അപ്ഡേറ്റ്, ഗോട്ട് മൂവി 3 ക്രിക്കറ്റ് താരങ്ങളുടെ ക്യാമിയറിൽ ഉണ്ടാകുന്ന സൂചനകളുള്ള അപ്ഡേറ്റാണ് കൊടുത്തത്. 1 ധോണി, 2 സുരേഷ് റെയ്ന എന്നാണ് റൂമേഴ്സ് ഉള്ളത്. മൂന്നാമത് ആരാണെന്ന് അറിയില്ല. ക്രിക്കറ്റ് സീൻസ് എന്നത് ഗോട്ട് മൂവിയിലുണ്ട്. പിന്നെ TVM ഷൂട്ടർ നടന്നപ്പോൾ ആ സ്റ്റേഡിയത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ പേര് എടുത്തല്ലോ. അത് സ്റ്റേഡിയത്തിൽ കാണികളായി നിന്ന് ആർപ്പ് വിളിക്കാനും കൂക്കി വിളിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് അവിടെ ചെയ്തു വെച്ചിരുന്നത്. ഒരു ക്രിക്കറ്റ് പണി നടത്തിക്കുന്ന പോലെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന്. പിന്നെ അജ്മൽ പറഞ്ഞ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഉള്ളായിപ്പോലും ഇല്ലാണ്ടാക്കിയെന്ന് പറയാം. ഫാൻസൊക്കെ ഇപ്പോൾ പരാതി പറയുന്നത് വീണ്ടും ഒരു വാരിസ് പോലൊരു പടം പോകുമെന്നൊക്കെ പറഞ്ഞൊരു പരാതിയിലാണ്. അജ്മൽ പറഞ്ഞത് ഫാമിലി സെൻറ്റിമെൻറ്റ്, ഫ്രണ്ട്ഷിപ്പ്, ആക്ഷൻ എല്ലാം ചേർന്ന ഒരു മസാല കൊമേഴ്ഷ്യൽ പടമാണ് ഗോട്ട് എന്നാണ് അജ്മൽ അമീർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഗോട്ട് പടത്തിലെ മറ്റുള്ളവർ പറഞ്ഞത് ഇതൊരു എക്സ്പെരിമെൻ്റൽ പടമാണ് എന്നുമാണ്. എന്നാൽ അജ്മൽ പറഞ്ഞത് അതിന് നേരെ തിരിച്ചാണ്. ഇത് ഉള്ളായിപ്പോയും ഇല്ലാണ്ടാക്കി എന്ന് പറയാം. പക്ഷെ ഇത് പരാതി പറയുന്നതിലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആ ഇൻ്റർവ്യൂ എന്നത് ഗോട്ട് പടത്തിൻ്റെ പ്രമോഷൻ പരിപാടിയല്ല. അവിടെ ഗോട്ടിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കണമെന്നും പോലും നിർബന്ധമേ ഇല്ല. ഗോട്ടിനെ കുറിച്ച് ചോദിച്ചു, ഒന്ന് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി നോർമലായി പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് ഗോട്ടിൻ്റെ പ്രമോഷൻ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ തന്നെ വന്നിട്ട് ഗോട്ട് ഒരു സൈഫൈ പടമാണ്, ഗോട്ട് ഒരു ടൈം ട്രാവൽ പടമാണെന്നൊക്കെ ഈ ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുമോ? സസ്പെൻസ് ഒക്കെ റിവീലാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഗോട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും റിവീലാക്കാണ്ടിരിക്കാനാണ് അത് പറഞ്ഞത് എന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ സംഭവങ്ങൾ പടത്തിൽ കാണും. ഈ ഫാമിലി സെൻറ്റിമെൻറ്റ്, ഫ്രണ്ട്ഷിപ്പ്, കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ഈ പടത്തിൽ കാണുന്നതായി. കാരണം ഡാൻസ് ഉണ്ട്, സോങ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ടൈപ്പും ഉണ്ട്. അതുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ പറഞ്ഞ പോലെ എല്ലാ സൈഡുകളും നമ്മുടെ ഗോട്ട് മൂവിയിലും ഉണ്ടാകും. പക്ഷേ വേറെ രീതിയിൽ കണ്ടുണ്ട്, അത് 90% ഉറപ്പാണ്. കാരണം ബാക്കിയുള്ള എല്ലാ കാസ്റ്റും പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ്, പുതിയൊരു പടമാണ്, പുതിയൊരു അനുഭവം തരുന്ന പടമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു എന്തെങ്കിലും ഒരു സൈഫൈ രീതിയിൽ കണ്ടാൽ തീർച്ചയായും ഉണ്ടാകുമെന്ന്. പിന്നെ വെങ്കട്ട് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു എക്സ്പെരിമെൻ്റൽ സാധനം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നന്നായി. ഇപ്പോൾ 0 എക്സ്പെക്ടേഷനിൽ ഗോട്ടുള്ളത്, അതെന്തെങ്കിലും ഒരു നല്ലൊരു കാര്യമാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായം കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ തട്ടി വിടുക. പിന്നെ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ തട്ടി വിട്ടത് കൊള്ളായിരുന്നു. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.